വേണ്ട മദ്യം വേണ്ട വേണ്ടത് ഞങ്ങൾക്ക് വെള്ളം മാത്രം വേണ്ടത് ഞങ്ങൾക്ക് കൃഷിക്ക് മാത്രം മദ്യ കമ്പനി വേണ്ടേ വേണ്ട പാവപ്പെട്ടൊരു ജനത ഇവിടെ അത് ഒരിക്കലും അവിടെ അനുവദിക്കാൻ പറ്റില്ല. നമുക്ക് കൃഷിയാണ് മുഖ്യം. ഈ നാട്ടുകാർക്ക് ആവശ്യമില്ലാത്ത ഈ നാട്ടിലെ മുഴുവൻ കർഷകരെ മുഴുവൻ പിച്ചച്ചട്ടി എടുക്കുവാൻ പാകത്തിലുള്ള ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ കുടിക്കാൻ വെള്ളമില്ലാത്ത രീതിയിലാവുന്ന ഒരു മരുപ്രദേശമായി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ആരംഭിക്കണമെന്ന് എന്താണ് വാശി? കോടികൾ വാങ്ങിക്കൊണ്ട് MP രാജേഷ് ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നോട് സംസാരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ 8 പേർക്കും ഈ സ്റ്റേജിലേക്ക് കടന്നു വരാം. എന്തുകൊണ്ടാണ് ഈ പദ്ധതിക്ക് നിങ്ങളവിടെ സാങ്ഷൻ കൊടുത്തത്? നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ ഈ പ്രമേയം പാസാക്കി എന്തുകൊണ്ടാണ് ഈ പദ്ധതിക്കുള്ള അനുവാദം കൊടുത്തത് എന്ന് നേരിട്ട് സമ്മതിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ ജനങ്ങളുടെ സമക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ഞാനും തയ്യാറാണ്. സർക്കാരായാലും ശരി, നമ്മളെ പഞ്ചായത്തായാലും ശരി, അവര് ഇത് വരുന്നതിൽ ശക്തമായ എതിർപ്പുണ്ടാകണം എന്നാണ്. കൃഷി ഇവിടെ വേണം, സാധാരണക്കാർക്ക് ജലം വേണം. ഇപ്പോൾ മലമ്പുഴ ആയക്കെട്ട് പ്രദേശത്തെയും അതുപോലെ തന്നെ ചിറ്റൂർ പുഴ ആയക്കെട്ട് പ്രദേശത്തെ കൃഷിയും പലപ്പോഴും വെള്ളം കിട്ടാതെ 100 കണക്കിന് ഏക്കർ കൃഷി ഉണങ്ങി നശിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു കമ്പനിയെ പറ്റി ചിന്തിക്കുന്നത് തന്നെ വലിയ തെറ്റാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ എന്ത് വില കൊടുത്തും ഞങ്ങൾ ഈ കമ്പനിയെ എതിർക്കും, ഇതിൻ്റെ വരവിനെ എതിർക്കും. ഈ ബന്ധപ്പെട്ടവർ ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പണ്ട് വെസ്റ്റ് ബംഗാളിൽ സംഭവിച്ചതുപോലെ നന്ദിഗ്രാമം, സിംഗൂരം ഇവിടെ ആവർത്തിക്കും എന്നാണ് പറയാനുള്ളത്. ഈ ബ്രൂവറി കമ്പനി, അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മദ്യ കമ്പനി, ഇത് കരിമ്പട്ടിയിൽപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ്. പഞ്ചാബില് കുറെ വർഷങ്ങൾ പ്രവർത്തിച്ച് അവിടെ സർവനാശം വിതച്ചുകൊണ്ട് കരമാലിന്യങ്ങളൊക്കെ പല സ്ഥലത്തും നിക്ഷേപിച്ചു. നിൽക്കക്കള്ളിയില്ലാതെ ജനം അവിടെ നാട്ടി ഒടിച്ചപ്പോൾ ആ കരമാലിന്യങ്ങളൊക്കെ ആ ബോർവെല്ലിൽ തന്നെ നിക്ഷേപിച്ച് അവിടെ നിന്ന് സ്ഥലം വിട്ടിട്ടുള്ള ഒരു കമ്പനിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്ത് പച്ചക്കരവതാരി വിരിച്ച് നമ്മുടെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ എലപ്പുള്ളി പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വാളയാർ, കഞ്ചിക്കോട്, എലപ്പുള്ളി ജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശമാണ്. അതുപോലെ തന്നെ കുഴിഞ്ഞാമ്പാറ ഫർക്ക മഴ വീടൽ പ്രദേശവുമാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ് എലപ്പുള്ളി. അപ്പൊ ഈ ബ്രൂവറി കമ്പനിയെ സംബന്ധിച്ച് ചാനലുകളിൽ നിരന്തരം വാർത്ത വന്നുകൊണ്ടിരുന്നു, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ. അപ്പൊ അവിടെ ഞാനത് ശ്രദ്ധ വീക്ഷിക്കുകയുണ്ടായി, കാണുകയുണ്ടായി. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ഈ കമ്പനിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു.
ഇതിനെ എന്തുകൊണ്ട് എതിർക്കും എന്നൊക്കെ ആണ് അവരുടെ ഈ സംഭാഷണത്തിൽ സൂചിപ്പിച്ചുള്ളത്. അങ്ങനെയെങ്കിൽ ഒരു കൊല്ലം മുമ്പ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ചോദ്യം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നു. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ, പഞ്ചായത്തിന് എതിർപ്പുണ്ടോ എന്നുള്ള ഒരു ചോദ്യം വന്നപ്പോ അത് സെക്രട്ടറിയാണോ അസിസ്റ്റന്റ് സെക്രട്ടറിയാണോ അല്ലെങ്കിൽ മറ്റേ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു അന്വേഷണവും നടത്താതെ ഇല്ല എന്നുള്ള മറുപടിയാണ് കൊടുത്തത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ വിഷയം ബോർഡിന്റെ മുമ്പിൽ വെക്കാതെ ചർച്ച ചെയ്യാതെ പ്രസിഡന്റ് അറിയാതെ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യണം. അതിവിടെ പഞ്ചായത്ത് ചെയ്തിട്ടില്ല. ചാനൽ ചർച്ചകളിലൊക്കെ ഈ കമ്പനിക്കെതിരെ സംസാരിക്കുകയും പഞ്ചായത്ത് ഓഫീസിനകത്ത് കയറിയാൽ മൗനം വീക്ഷിക്കുകയും ചെയ്യുന്നത് മോശമല്ല എന്നത് ആദ്യമായിട്ട് പറഞ്ഞു പോകട്ടെ. ഈ കമ്പനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ജലമാണെന്ന് നിങ്ങൾക്കറിയാം. അല്ലാതെ പൊടിയും പച്ചക്കറികളും പൈനാപ്പിളിന്റെ വേസ്റ്റിൽ നിന്ന് ഈ കമ്പനി പ്രവർത്തിക്കാൻ കഴിയില്ല. അതൊക്കെ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളായിരിക്കാം. നമുക്ക് അതിനെ പറ്റിയിട്ട് വിരോധമില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ജലമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അപ്പൊ ഇവര് പറയുന്നത്, ഗവൺമെന്റ് പറയുന്നത്, ബന്ധപ്പെട്ട മന്ത്രിമാർ പറയുന്നത് 5 ഏക്കറിൽ ജലമനസംഭരണി നിർമ്മിക്കും എന്താണ്. നമ്മളൊക്കെ കുളങ്ങളുള്ള ആളുകളാണ്. 1 ഏക്കറും 2 ഏക്കറും 3 ഏക്കറും കുളങ്ങളുള്ളതാണ്. ആ കുളത്തിൽ എത്ര ദിവസത്തേക്ക് വെള്ളം ഉണ്ടാവും എന്ന് നമുക്കൊക്കെ ഊഹിക്കാൻ കഴിയും. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാണ്. ഇത് 3-4 ഘട്ടങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആദ്യ ഘട്ടം പ്രവർത്തിക്കണമെങ്കിൽ 10 ml വെള്ളം വേണം. അതായത് മില്യൺ ലിറ്റർ, ദശലക്ഷം ലിറ്റർ വെള്ളമാണ് 1ാം ഘട്ടത്തിൽ ഇതിനാവശ്യമായിട്ട് വരുന്നത്. അങ്ങനെ ഈ കമ്പനി തുറന്നുകൊണ്ട് പോവുകയാണെങ്കിൽ 4 ദിവസം ആ കുളത്തിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയും. ബാക്കി എന്ത് ഉള്ളതാണ് ചോദിച്ചത്. അതിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പോകുന്നത് മലമ്പുഴ കുടിവെള്ള സ്രോതസ്സിൽ നിന്നും, അവിടെ നിന്ന് വെള്ളം മതിയായില്ലെങ്കിൽ കുന്നങ്കാട്ടുമതി കുടിവെള്ള സ്രോതസ്സിൽ നിന്ന് വെള്ളം ഊറ്റും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നമ്മുടെ മന്ത്രി പറഞ്ഞത് ഗ്രൗണ്ട് ബോർവെല്ലൊന്നും നിർമ്മിക്കില്ല എന്നാണ്. ഈ മലമ്പുഴയിലെ വെള്ളം കൃഷി ആവശ്യത്തിന് പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. പലപ്പോഴും വാലറ്റ പ്രദേശങ്ങളിലെ കൃഷി 100 കണക്കിന് ഏക്കറിലെ കൃഷി ഉണങ്ങി നശിക്കാറുണ്ട്. ചിറ്റോപ്പുഴ ആഴക്കെട്ടിലെ സ്ഥിതിയും അത് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു കമ്പനിയെ പറ്റി ആലോചിച്ചത് തന്നെ വളരെ തെറ്റായിപ്പോയി എന്നാണ് പറയാനുള്ളത്. ഈ ഗ്രൗണ്ട് വാട്ടർ അമിതമായി ചൂഷണം ചെയ്താൽ ഇവിടെ പ്ലാച്ചിമടയില് സംഭവിച്ചതുപോലെ, ഞാനൊക്കെ സമരത്തിൽ 10-12 വർഷത്തോളം സജീവമായി നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഗ്രൗണ്ട് വാട്ടർ ക്രമാതീതമായി താഴ്ന്നതിന്റെ ഫലമായി വെള്ളത്തിന് ലെഡ്, കാഡ്മിയം, ക്രോമിയം പോലുള്ള ഖരമാലിന്യങ്ങൾ കലരുകയും അത് മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാതെ ആവുകയും ചെയ്യും. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ കമ്പനി അവിടെ നിന്ന് കെട്ടുകെട്ടിയത്. ഇന്നിപ്പോ കമ്പനി ഇല്ല, കെട്ടിടമില്ല, സ്ഥലം ഗവൺമെന്റിന് സംരക്ഷണം കൊടുത്തു. ആ ഒരു സാഹചര്യം എലപ്പുഴയില് നിങ്ങൾ ക്ഷണിച്ചു വരുത്തണോ എന്നാണ് ചോദ്യം. പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് നമുക്ക് വിശ്വാസത്തിൽ എടുക്കണമെങ്കിൽ അവരതിൽ ശക്തമായിട്ടുള്ള നിലപാടുണ്ടാവും കമ്പനിക്കെതിരെ. അത് പരസ്യമായിട്ട് പറയണം. ഈ ബോർഡ് കൂടി ഈ കമ്പനിക്ക് ഞങ്ങൾ എതിരാണ്, ശക്തമായിട്ട് എതിർക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയും അത് പൊതുജനങ്ങളെ അറിയിക്കുകയുമാണ്. എങ്കിൽ മാത്രമേ ഈ പഞ്ചായത്തിന്റെ ഭാഗത്തുള്ള ഉള്ളൂ. അത് ചെയ്യാതെ ഉടൻ തന്നെ അയങ്ങൾ പറഞ്ഞ് ഓഫീസിനകത്ത് ഇരിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുകയില്ല. ഭൂഗർഭജലം ചൂഷണം ചെയ്താലുള്ള ബന്ധപ്പെട്ടി നമുക്കൊക്കെ അറിയാം. ഇവിടെ എലപ്പുഴ പഞ്ചായത്ത് ഇപ്പോഴും ഫെബ്രുവരി മാസം അയാൾ കുടിവെള്ളത്തിന് വേണ്ടി ടാങ്കറിലൂടെ അഭ്യം പ്രാപിക്കണം, അല്ലെങ്കിൽ മറ്റ് എല്ലായിടത്തും കിണറുകളുണ്ടെങ്കിൽ അവിടുന്ന് വെള്ളം കൊണ്ടുവരാൻ എന്നുള്ളതാണ് അവസ്ഥ. ഇതൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ട് ഇടക്കുറ കാലം ഒരു നാടിനെ നശിപ്പിച്ചുകൊണ്ട്
വികസനം വേണോ എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. അപ്പൊ ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റാത്ത കമ്പനിയാണ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് ഇത് ആട്ടി ഓടിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇത് വലിയ ഒരു താല്പര്യം നമ്മുടെ മന്ത്രിമാര് സൂചിപ്പിക്കുന്നുണ്ടായി. അദ്ദേഹം ഒരു സംഭാഷണത്തിൽ പറഞ്ഞു, പാലക്കാട് കൊടുക്കുന്നതിന്റെ 1.1% വെള്ളം മാത്രമേ വേണ്ടി വരുള്ളൂ എന്ന്. അദ്ദേഹം ഇതിന്റെ കണക്കുകൾ കൃത്യമായി പറഞ്ഞില്ല. പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് മാത്രമല്ല 8-10 പഞ്ചായത്ത് പ്രദേശങ്ങളിലേക്ക് ഇന്ത്യൻ റെയിൽവേ, ആര്യവൈദ്യശാല, ITI തുടങ്ങിയ വൻകിട വ്യവസായ സ്ഥാപനങ്ങൾക്കും വെള്ളം കൊടുക്കുന്ന മലമ്പുഴ കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ്. ഇതിന് പറഞ്ഞിട്ടുള്ള ഒരു ന്യായം കിംസ്ലേക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ഇത് പോകുന്നത്. ആ പദ്ധതി എവിടെ എത്തിയിട്ടില്ല. കിംസ്ലേക്ക് കൊടുക്കുന്ന എവിടെ നിന്നാണ്? കിംസ് എന്ന് പറയുന്നത് വരുന്നതേവനൊന്നുമല്ല, വെള്ളം മാറ്റാൻ. ഇത് വെള്ളം മലമ്പുഴയിൽ വെള്ളമാണ് അങ്ങോട്ട് പോകുന്നത്. ഇതൊക്കെ ഈ പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടി സാമാന്യം ചിന്തിക്കുന്ന ആളുകളോട് പറയാൻ പറ്റാത്ത വിഷയങ്ങളാണ്. ഇതൊന്നും അധികകാലമൊന്നും എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ ബന്ധപ്പെട്ട മന്ത്രിമാര് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഗവൺമെന്റ് തെറ്റായിട്ടുള്ള ഒരു സമീപനം കൈക്കൊള്ളുകയാണെങ്കിൽ പഞ്ചായത്ത് അത് തിരുത്തി കൊടുക്കേണ്ടതാണ്. അതിനുള്ള ബാധ്യത ഇവിടുത്തെ സാധാരണക്കാരോട് ഉള്ള ഒരു കടപ്പാട് പഞ്ചായത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. ജയ് ജയ് കർഷക ഐക്യം, ജയ് ജയ് കർഷക ഐക്യം, ജയ് ജയ് കർഷക ഐക്യം, ജയ് ജയ് കർഷക ഐക്യം, ജയ് ജയ് കർഷക സമരം, ജയ് ജയ് കർഷക സമരം, ജയ് ജയ് കർഷക സമരം, ജയ് ജയ് കർഷക സമരം. സംയുക്ത കർഷക സംഘം സിന്ദാബാദ്, സംയുക്ത കർഷക സംഘം സിന്ദാബാദ്, സംയുക്ത കർഷക സംഘം സിന്ദാബാദ്, സംയുക്ത കർഷക സംഘം സിന്ദാബാദ്, കർഷക സമരം സിന്ദാബാദ്, കർഷക സമരം സിന്ദാബാദ്, കർഷക സമരം സിന്ദാബാദ്, കർഷക സമരം സിന്ദാബാദ്. രൂപര് വേണ്ട, മദ്യം വേണ്ട, രൂപര് വേണ്ട, മദ്യം വേണ്ട, രൂപര് വേണ്ട, മദ്യം വേണ്ട, വേണ്ട, മദ്യം വേണ്ട. വേണ്ടത് ഞങ്ങൾക്ക് കൃഷി മാത്രം, വേണ്ടത് ഞങ്ങൾക്ക് കൃഷി മാത്രം, വേണ്ടത് ഞങ്ങൾക്ക് കൃഷി മാത്രം, വേണ്ടത് ഞങ്ങൾക്ക് കൃഷി മാത്രം. അതിപ്പോ തരിശു കിടക്കുന്നു. ചില പ്രദേശങ്ങളിൽ കൃഷി കാണുന്നു. പദ്ധതി പ്രദേശം ഞങ്ങൾ കുറച്ച് മുമ്പ് സന്ദർശിച്ചു. ഇതൊക്കെ കൃഷി യോഗ്യമായിട്ടുള്ള പ്രദേശമാണ്. അപ്പൊ നമ്മുടെ നിയമം അനുസരിച്ച് 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ച് ഇത് ഒരു കാരണവശാലും നികത്താൻ പാടില്ല, ഉരം മാറ്റാൻ പാടില്ല. അത്രയും നിയമങ്ങളൊക്കെയുള്ള നിലവിലേക്ക് അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഫാക്ടറിക്ക് അനുമതി കൊടുക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. ഇത് ഒരിക്കലും നമുക്ക് ഒരു കൂട്ടുകെടുക്കാൻ പറ്റില്ല. നിങ്ങൾക്കൊക്കെ അറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വിനാശകരമായിട്ടുള്ള ഒരു സ്ഥലം വെസ്റ്റ് ബംഗാളിൽ വന്നത്. നന്ദിഗ്രാമിൽ സിംഗൂരം വലിയ പ്രക്ഷോഭമുണ്ടായി, ജനങ്ങളെതിരായി. അവിടെ ആ ഭരണം മാത്രമല്ല, ആ പാർട്ടി തന്നെ ജീവൻ ഒത്തുകയാണ് ഉണ്ടായത്. ആ ഒരു അവസ്ഥയിലേക്ക് ഇവിടെ കേരളത്തിലെ ഇന്ന് ഭരിക്കുന്ന പാർട്ടി അകപ്പതിക്കരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നന്ദിഗ്രാമം സിംഗൂരം ആവർത്തിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. മദ്യ കമ്പനി വേണ്ടേ വേണ്ട, മദ്യ കമ്പനി വേണ്ടേ വേണ്ട, മദ്യ കമ്പനി വേണ്ടേ വേണ്ട, മദ്യ കമ്പനി വേണ്ടേ വേണ്ട. പാവപ്പെട്ടൊരു ജനത ഇവിടെ, പാവപ്പെട്ട ജനത ഇവിടെ, പാവപ്പെട്ട ജനത ഇവിടെ, പാവപ്പെട്ട ജനത ഇവിടെ. ജലത്തിന് കേഴുമ്പോൾ, ജലത്തിന് കേഴുമ്പോൾ, ജലത്തിന് കേഴുമ്പോൾ നാട്ടുകാരുടെ മദ്യമാണോ പരിഹാരം, മദ്യമാണോ പരിഹാരം, മദ്യമാണോ പരിഹാരം, മദ്യമാണോ പരിഹാരം. മദ്യക്കമ്പനി വന്നിട്ട്, മദ്യക്കമ്പനി വന്നിട്ട്, മദ്യക്കമ്പനി വന്നിട്ട്, മദ്യക്കമ്പനി വന്നിട്ട് പൊന്നു വിളയും ഈ മണ്ണ്, പൊന്നു വിളയും ഈ മണ്ണ് മരുഭൂമിയായി മാറിയിടും, മരുഭൂമിയായി മാറിയിടും, മരുഭൂമിയായി മാറിയിടും. വേണ്ടേ വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട പറഞ്ഞു. കഴിഞ്ഞ ഒരു ദിവസങ്ങളായി പാലക്കാടിന്റെ മണ്ണിൽ വിവിധ തരം സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മദ്യ നിർമ്മാണ ഫാക്ടറി പാലക്കാട് ജില്ലയിലുള്ള ചിറ്റൂർ ബ്ലോക്കിൽ ഉൾപ്പെട്ട
എലപ്പുള്ളിയിൽ തന്നെ ആരംഭിക്കണമെന്നൊരു വാശി നമ്മുടെ മന്ത്രി MP രാജേഷ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത് എന്തിനാണ് ഈ തടയാൻ വേണ്ടിയുള്ള ഈ സമരം, വികസനത്തിനെതിരെയുള്ള സമരം എന്തിനാണ് നിങ്ങൾ നടത്തുന്നത് എന്നാണ്. ഞങ്ങൾക്കൊന്നേ ചോദിക്കാനുള്ളൂ, ഈ നാട്ടുകാർക്ക് ആവശ്യമില്ലാത്ത ഈ കർഷകരെ, നാട്ടിലെ മുഴുവൻ കർഷകരെ മുഴുവൻ പിച്ചച്ചട്ടി എടുക്കുവാൻ പാകത്തിലുള്ള, ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ കുടിക്കാൻ വെള്ളമില്ലാതെ രീതിയിലാവുന്ന ഒരു മരുപ്രദേശമായി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ആരംഭിക്കണമെന്ന് എന്താണ് വാശി? MP രാജേഷിന് എന്താണ് വാശി? ഇതാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വാക്കുകൾ കേട്ട് നിങ്ങളുടെ പിന്നിൽ യാത്ര ചെയ്ത് ഏകദേശം കർഷകരും കർഷക ഭൂമിയും ഈ നാട്ടിൽ നിന്നും തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പറയുന്നത് കുടിവെള്ളത്തെ ബാധിക്കില്ല, ഇപ്പോഴും പറയുന്നത് ഭൂഗർഭജലം ഊറ്റിക്കുടിക്കില്ല. ഇതാണ് പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇത്രയും വലിയ സ്ഥാപനം നടത്താൻ ജലസ്രോതസ് ഏതാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് 5 ഏക്കർ സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട്. എന്തിനാ 5 ഏക്കർ സ്ഥലം? മന്ത്രി പറയുന്നത് 5 ഏക്കർ സ്ഥലത്തിൽ 10 മുതൽ 15 കോടി ലിറ്റർ സംഭരിക്കാൻ സാധിക്കും മഴവെള്ളം. 10 കോടി മുതൽ 15 കോടി വരെ ജലം സംഭരിക്കാൻ ശേഷിയുള്ള സംഭരണി 5 ഏക്കറിൽ നിർമ്മിക്കുമെന്നാണ്. ഈ സംഭരണി നിറയണമെങ്കിൽ മന്ത്രി വീട്ടിലെ പൈപ്പ് തുറന്നാൽ സാധിക്കില്ല, ഭരണദേവൻ കഴിയണം. ഇത് മഴനിഴൽ പ്രദേശമാണ്. ഈ മഴനിഴൽ പ്രദേശത്ത് എത്രമാത്രം മഴയുണ്ടാവുമെന്ന് ഇന്നാട്ടിലെ ജനങ്ങൾക്കറിയാം. അങ്ങനെ 2 സീസണിലും നല്ല മഴ വന്നു എന്നിരിക്കട്ടെ. 2 സീസണിലും നല്ല മഴ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന രീതിയിൽ 10 മുതൽ 15 എന്നതിനെ ആവട്ടെ, അങ്ങനെ 30 കോടി ലിറ്റർ വെള്ളം നിങ്ങൾ സംഭരിക്കും, ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ എത്ര ലിറ്റർ വെള്ളമാണ് ഈ സ്ഥാപനത്തിന്റെ അന്തിമഘട്ടത്തിൽ ആവശ്യം? മന്ത്രി പറയുന്നില്ലല്ലോ. മന്ത്രി അത് പറയുന്നുണ്ടോ? ആദ്യഘട്ടത്തിൽ 1 തുള്ളി ജലം ആവശ്യമില്ല, നമ്മൾക്കറിയാം, ബോട്ട്ലിംഗ് പ്ലാന്റാണ്. 2ാമത് ഘട്ടത്തിൽ 5 ലക്ഷം ലിറ്റർ മദ്യം ഉൽപ്പാദിപ്പിക്കുമെന്നാണ് പറയുന്നത്. മന്ത്രിയോട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, മന്ത്രിയുടെ പഴയ സഖാക്കളോട് ചോദിക്കുക, വാറ്റ് നടത്തണമെങ്കിൽ 1 ലിറ്റർ ചാരായം വാറ്റണമെങ്കിൽ എത്ര ലിറ്റർ ജലം അതിന് ആവശ്യമുണ്ട് എന്ന് ചോദിച്ചു മനസ്സിലാക്കിയാൽ നിങ്ങൾക്കറിയാം ഇതിന്റെ വിപത്ത് എന്താണെന്ന്. 1 ലിറ്റർ മദ്യം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ 5 ലിറ്റർ വെള്ളം അതിലുണ്ടാവണം. എങ്കിൽ 5 ലക്ഷം ലിറ്റർ മദ്യം നിർമ്മിക്കണമെങ്കിൽ 25 ലക്ഷം ലിറ്റർ വെള്ളം അവിടെ ഉണ്ടാവണം. ഒരു ഡേ ആണ്, ഒരു ദിവസത്തെ കണക്കാ. 25 ലക്ഷം ലിറ്റർ വെള്ളം അത് ഉപയോഗിക്കുന്നത് ഈ കരാറിൽ പറയുന്നത് 330 ദിവസവും പ്രവർത്തിക്കുമെന്നാണ്. അങ്ങനെ 330 ദിവസം പ്രവർത്തിക്കുന്ന സമയത്ത് ഒന്ന് ഇൻഡു ചെയ്ത് നോക്കണം രാജേഷ്. 82.5 കോടി ലിറ്റർ വെള്ളം ആദ്യഘട്ടത്തിൽ തന്നെ ആവശ്യമാണ്. ഇതേ കണക്ക് ഒന്ന് പരിശോധിച്ചാൽ 2ാം ഘട്ടത്തിൽ 1.5 കോടി ലിറ്റർ വെള്ളം ആവശ്യമാണ്. അവസാന ഘട്ടത്തിൽ 50 കോടി ലിറ്റർ വെള്ളം ആവശ്യമാണ്. അതായത് 1,34,000 134 കോടി ലിറ്റർ വെള്ളമാണ് ആവശ്യം. 134 കോടി. നിങ്ങൾ പറയുന്ന രീതിയിൽ തന്നെ മഴ വന്നുകൊണ്ടിരിക്കട്ടെ.
വർഷകാലം ചതിച്ചില്ല എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് 30 കോടി ലിറ്റർ മാത്രമാണ് ഇവിടെ നിന്നും സംഭരിക്കാൻ സാധിക്കുക. പക്ഷെ ബാക്കിയുള്ള 100 കോടി ലിറ്റർ, ആ 100 കോടി ലിറ്റർ എവിടെ നിന്ന് കൊണ്ടുവരുമെന്ന് രാജേഷ് പറയണം. അതാണ് ഈ നാട്ടിലെ കർഷകരുടെ വെപ്രാളം. അതാണ് ഈ നാട്ടിലെ കർഷകർ ചോദിക്കുന്നത്. അങ്ങനെ 100 കോടി ലിറ്റർ വെള്ളം, ആ വെള്ളം ഈ മണ്ണിൽ നിന്നും ഊറ്റിയെടുത്തു കഴിഞ്ഞാൽ ഈ ഭൂമി മരുഭൂമിയാവില്ലേ? അസംസ്കൃത വസ്തു ജലം, ആ ജലം അസംസ്കൃത വസ്തുവായിട്ടുള്ള ഒരു സ്ഥാപനം, ആ സ്ഥാപനം മരൽ നിന്ന് നിഴൽ പ്രദേശമായ ഈ മേഖലയിൽ തന്നെ കൊണ്ടുവരണം എന്ന് എന്താണ് രാജേഷിനും പിണറായി വിജയനും വാശി? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മറ്റൊന്ന് അസംസ്കൃത വസ്തു അരിയാണ്. നമ്മൾക്ക് ഭക്ഷിക്കാനുള്ള ഒരു അരി, ആ അരി ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകയിലേക്ക് നമ്മൾ ആശ്രയിക്കുന്നു. ഈ സമയത്താ പറയുന്നത് അരി കൊണ്ട് മദ്യം നിർമ്മിക്കാം. അരി കൊണ്ട് മദ്യം നിർമ്മിക്കുമെന്ന് പറയുന്ന സമയത്ത് ഈ നാട്ടിലെ ജനതയെ പട്ടിണിക്കിടുക എന്ന ലക്ഷ്യം കൂടി, ആ ലക്ഷ്യം ഇവരുടെ ഉദ്ദേശത്തിലുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ കർഷകരുടെ ഈ സമരം ഒരു സൂചനാ സമരമാണ്. കഴിഞ്ഞ ദിവസം നടന്ന കൺവെൻഷനിൽ ശക്തമായിട്ടുള്ള നിരന്തരമായ സമര പരിപാടികൾ കളക്ടറേറ്റ് മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള ഭാഗങ്ങളിലേക്ക് ഇത്തരം സമരം വ്യാപിപ്പിക്കേണ്ടതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകും. ദയവ് ചെയ്ത് കേരള സർക്കാർ ഇത്തരത്തിലുള്ള ഈ സ്ഥാപനത്തിന്റെ അംഗീകാരം, അവർക്ക് നൽകിയിട്ടുള്ള ഉത്തരവ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ പാലക്കാട് ജില്ലയിലെ ജനങ്ങളെ വഞ്ചിക്കാം, അവരെ ചതിക്കാം എന്നൊരു മനോഭാവത്തോടുകൂടി അധികാരത്തിലിരിക്കുന്ന പിണറായി ഗവൺമെന്റിലെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന MP രാജേഷ് പാലക്കാട് ജനത്തെ യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ജനം കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോഴും ജലക്ഷാമം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പറ്റിച്ചുകൊണ്ട് ഇവിടെ മദ്യ കമ്പനി തുടങ്ങുവാനുള്ള വഴിവിട്ട സഹായം ഓയാസ് ഗ്രൂപ്പിന് നൽകിയിരിക്കുകയാണ്. അത് ഈ CPM പാർട്ടിയുടെ ഘടകകക്ഷിയാവുന്ന CPIക്ക് പോലും അറിയില്ല. അവർ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ വിയോജിപ്പ് പോലും മുഖമേക്കെടുക്കാതെ ഇടതുപക്ഷ സർക്കാർ നടത്തിയിട്ടുള്ള ഈ പുറപ്പാട് തികച്ചും നീതിക്ക് നിരക്കാത്ത പ്രവൃത്തിയാണ്. കാരണം പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പറയുകയാണെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ അകത്ത് ഒരു പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ ആ പഞ്ചായത്തിന്റെ അനുമതി വേണം. കേരള ഗവൺമെന്റിന്റെ ഉത്തരവോ അവരുടെ കയ്യൊപ്പം മാത്രം പോരാ. ഈ പഞ്ചായത്തിന് ഈ ഭൂമുറകൾ ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ പഞ്ചായത്തിന്റെ പൂർണ്ണ അനുമതി വേണം. ഇവിടെ ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതി ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം അകത്തുവരെ ബായും പുറത്തുവരെ ജനങ്ങളുടെ മുമ്പിൽ വിരോധികളായ രീതിയിലുള്ള പെരുമാറ്റമാണ് കാഴ്ചവെക്കുന്നത്. അപ്പോ അകത്തുവരെ ബായും പുറത്തുവരെ ചെങ്ങാതികളും. ഈ രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വേണം മനസ്സിലാക്കുവാൻ. 2018 ഇവിടെ അപ്പോളോ ഡിസ്റ്റിലറി തുടങ്ങുവാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി വന്നു. ആ കമ്പനി വന്ന സമയത്ത് ഇവിടുത്തെ എതിർപ്പും ഇവിടുത്തെ പൊതുപ്രവർത്തകരും കോടതിയെ സമീപിച്ചു. ഈ പഞ്ചായത്ത് സെക്രട്ടറിയെ കക്ഷി ചേർത്തി കേസ് ഫയൽ ചെയ്തു. എന്നാൽ ഇപ്പോൾ ഈ കമ്പനി വന്ന സമയത്ത് മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആരും തന്നെ എതിർപ്പ് പറഞ്ഞിട്ടില്ല, ആരും തന്നെ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല, ആരും തന്നെ പരാതി തന്നിട്ടില്ല. അപ്പോൾ മനസ്സിലാക്കുന്നു ഈ പഞ്ചായത്ത് സെക്രട്ടറി ജനങ്ങളെ വഞ്ചിക്കുകയാണ്, ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ്. പഞ്ചായത്ത് നീതി പുലർത്താത്ത പഞ്ചായത്ത് എന്ന് വേണം പറയാൻ എപ്പോഴും പഞ്ചായത്തിന്. അതിന്റെ ഒരു വഴിവിട്ട സഹായമാണ് MP രാജേഷ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്.
ക്രിസ്ത്യാനികള് ഒരു കാര്യമുണ്ട്, 30 വെള്ളിക്കാശിന് യേശുവിന് ഒറ്റിക്കൊടുക്കുമെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ പാലക്കാട് ജനങ്ങളെ കോടികൾ വാങ്ങിക്കൊണ്ട് MP രാജേഷ് ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ജലദ്വാരകൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഭൂനിർമ്മ ജലം എടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ഇവിടെ പ്രാബല്യത്തിൽ വരുന്ന കാര്യമില്ല. കാരണം മലമ്പുഴ വെള്ളമാണ് ഏത് കമ്പനിയും ഇവിടെ നോട്ടം ഇട്ടിരിക്കുന്നത്. ഏത് കമ്പനി വരികയാണെങ്കിലും മലമ്പുഴ വെള്ളമുണ്ട്. മലമ്പുഴ വെള്ളം ആശ്രയിച്ചുകൊണ്ടാണ് ഇവിടെ ഈ പദ്ധതികളൊക്കെ ആരംഭിക്കുന്നത്. എന്നാൽ മലമ്പുഴ വെള്ളത്തെ ആശ്രയിച്ചുകൊണ്ട് ഇവിടുത്തെ കർഷകരെ ഒത്തിരി പ്രാവശ്യം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം കോടതി പറഞ്ഞത് കർഷകർക്ക് ആവശ്യമായ ജലം കൊടുക്കണമെന്ന്. എന്നാൽ കർഷകർക്ക് കൊടുക്കാൻ ജലം പോലും ഇല്ല എന്ന് ജല അതോറിറ്റി തന്നെ കോടതി അറിയിച്ചിട്ടുണ്ട്. കർഷകർ ആവശ്യപ്പെടുന്നത് 120 ദിവസമാണ് വെള്ളം ആവശ്യപ്പെടുന്നത്. എന്നാൽ കൊടുക്കുന്നതോ 100 ദിവസം. ഈ കമ്പനിയും കൂടി ഈ ജില്ലയിൽ കാലുകുത്തി കഴിഞ്ഞാൽ ഈ കർഷകർക്ക് ഇപ്പോൾ കിട്ടുന്ന ജലം ഇനി കിട്ടുമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 100 ദിവസമാണ് ഇപ്പോൾ കൊടുക്കുന്നതെങ്കിൽ ഈ കമ്പനി ഇവിടെ വന്നു കഴിഞ്ഞാൽ 100 പോയി ചിലപ്പോൾ 75 മാറും. അതുകൊണ്ട് ഈ കമ്പനി ഈ പ്രദേശത്ത് വരാൻ കർഷകരായി ഞങ്ങൾ അനുവദിക്കുകയില്ല. അടിവരയിട്ട് പറയാണ്, ഇവിടെ ഇടതുപക്ഷ സർക്കാർ ബംഗാളിൽ സംഭവിച്ചതുപോലെ കേരളത്തിൽ ഇടതുപക്ഷം എന്നൊരു പൊടി പോലും ഉണ്ടാവാതെ നാശത്തിന്റെ ഒറ്റയേക്കാണ് ഇടതുപക്ഷം പോയിക്കൊണ്ടിരിക്കുന്നത് വേണം പറയാൻ. കർഷകരെ മണ്ണിൽ മാത്രമല്ല പണിയെടുക്കുന്നത്, വേണ്ടി വന്നാൽ അവർ രംഗത്ത് വന്ന് പ്രവർത്തിച്ചു തുടങ്ങിയാൽ ഇടതുപക്ഷം എന്ന പ്രസ്ഥാനം ഈ കേരളമാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കം നിർത്തുന്നു. ജയ് ജയ് കർഷക സമരം, ജയ് ജയ് കർഷക സമരം, ജയ് ജയ് കർഷക സമരം, ജയ് ജയ് കർഷക സമരം. സംയുക്ത കർഷക സംഘം സിന്ദാബാദ്, സംയുക്ത കർഷക സംഘം സിന്ദാബാദ്, സംയുക്ത കർഷക സംഘം സിന്ദാബാദ്, സംയുക്ത കർഷക സംഘം സിന്ദാബാദ്. മലമ്പുഴ ഡാമിലെ വെള്ളം ബ്രൂവറിക്കും മദ്യ കമ്പനിക്കും കൊടുക്കും എന്നുള്ളതിന് യാതൊരു തർക്കവും ഇന്നില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലെ മന്ത്രിമാർ ഓരോ ദിവസവും പാലക്കാട് ജില്ലയിലെ കർഷകരായും നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെയും വാക്കുകൾ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് ഈ നാട്ടിലെ ഈ പാലക്കാട് ജില്ലയിലെ മുഴുവൻ ആളുകളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ എലപ്പള്ളി ഭാഗത്ത് ഒരു മദ്യ കമ്പനി സംസ്ഥാന സർക്കാർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് തെറ്റുപറ്റി എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അങ്ങനെ ഈ കമ്പനി ഇവിടെ വരികയാണെങ്കിൽ പാലക്കാടിലെ ജനാധിപത്യ വിശ്വാസികളെയും പാലക്കാട് ജില്ലയിലെ മുഴുവൻ കർഷകരെയും അണിനിരത്തിക്കൊണ്ട് ഈ മദ്യ കമ്പനിക്കെതിരെ ശക്തമായി പോരാടാനുള്ള കഴിവുള്ള ഒരു സംഘടനയാണ് ദേശീയ കർഷക സമാജവും പറമ്പിക്കുളം ആളിയാർ ജല സംരക്ഷണ സമിതിയുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ ഏറിയ വാക്കുകൾ നിർത്തുന്നു. അടുത്തതായി ഈ യോഗത്തിന് സ്വാഗതം പറഞ്ഞ കർഷക മുന്നേറ്റത്തിന്റെ സജീഷ് കുത്തനൂർ, അതുപോലെ തന്നെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പറമ്പിക്കുളം ആളിയാർ ജലസംരക്ഷണ സമിതിയുടെ അഡ്വക്കേറ്റ് PC ശിവശങ്കരൻ അവർകൾ, അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പാലക്കാട് ജില്ലാ ദേശീയ കർഷക സമാജത്തിന്റെ ജില്ലാ പ്രസിഡന്റ് മുതലാന്തോട് മണിയേട്ടൻ, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയുടെ BJPയുടെ കർഷക മോർച്ചയുടെ ജില്ലാ സെക്രട്ടറി ഓമനക്കുട്ടേട്ടൻ, അതുപോലെ ഈ യോഗത്തിന് അഭിവാദ്യം അർപ്പിച്ച ഡയമണ്ട് ആന്റണി, ദേശീയ കർഷക സമാജത്തിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി V രവീന്ദ്രൻ അവർകൾ, അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ച മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ദേശീയ കർഷക സമാജത്തിന്റെ പേരിലും പറമ്പിക്കുളം ആളിയാർ ജലസംരക്ഷണ സമിതിയുടെ പേരിലും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഏറിയ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾ കർഷകരോട് നീതി പുലർത്തുക, സംയുക്ത
കർഷക സമരം സിന്ദാബാദ്. സംയുക്ത കർഷക സമരം സിന്ദാബാദ്. അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നിവിടെ വരാനും ഈ പഞ്ചായത്തിലെ ജയ് ജയ് കർഷക ഐക്യം. ജയ് ജയ് കർഷക ഐക്യം. ജയ് ജയ് കർഷക സമരം. ജയ് ജയ് കർഷക സമരം. തുറന്നു പറയാൻ ശ്രമിക്കുന്നു. ഒരു കാലത്ത് മലമ്പുഴ അപ്പച്ചനെ വിറ്റിട്ടുണ്ടായിരുന്നു. നമ്മുടെ പഴയ മുഖ്യമന്ത്രി നായനാരും അന്നത്തെ ടൂറിസം മിനിസ്റ്റർ കൂടെ മറ്റേ മദ്രാസ് ബോർഡ് ബീച്ച് കാണാൻ പോയി. അന്നേരം അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് മലമ്പുഴ പെണ്ണാവൂരം കോട്ടയ്ക്ക് സമയത്ത് ഞാൻ 60 ഏക്കർ സ്ഥലം അവിടെ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തീം പാർക്ക് മലമ്പുഴയിൽ തുടങ്ങണം, അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരണം പറഞ്ഞു. ഉടനെ സർക്കാരിന് അനുമതി കൊടുക്കുകയും ചെയ്തത്. ഈ മലമ്പുഴ എന്നുള്ളത് കൃഷിക്ക് വേണ്ടി 1ാം പഞ്ചവത്സര പദ്ധതിയിൽ കൃഷിക്ക് വേണ്ടി മാത്രം കിട്ടിയിട്ടുള്ളൊരു ഡാമാണിത്. അതിന്റെ പേരിൽ നമ്മൾ KLU എന്നുള്ള ഒരു ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 12.5 ലക്ഷം ഹെക്ടറിന്റെ കൃഷിഭൂമി ഇന്ന് പോയിട്ട് 1.5 ലക്ഷം ഹെക്ടറായി. എന്താ കാരണം? ഈ കൃഷിഭൂമിയുടെ നഷ്ടവും ഇന്ന് വെള്ളം കിട്ടാതിരിക്കാനും അത് പല വെച്ചിട്ടേ. അതുപോലെ പൊന്നാപുരം കോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഈ നമ്മുടെ മലമ്പുഴ തീം പാർക്കിന് വേണ്ടിയിട്ട് എഗ്രിമെന്റ് ചെയ്യാന്ന് നായനാരുടെ കാലത്തും ചെറിയ ഇതിനുവേണ്ടി ഞങ്ങളന്ന് 500,000 രൂപ കൊടുത്തിട്ട് അന്ന് PS മെഡിക്കൽ സാറുണ്ടായിരുന്നു. ഞങ്ങൾ ഹൈക്കോടതിയിൽ കൊണ്ട് കേസ് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അത് പിൻവലിച്ചത്. അപ്പൊ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ എന്താ ഇവരുടെ ഉദ്ദേശം? അന്ന് നായനാരും ഈ ചെയ്തു, ഇന്നിപ്പോ ഈ ഗവൺമെന്റ് ചെയ്തു.